കുറച്ച് ദിവസമായിട്ടോ ഈ വീഡിയോ ഞാനൊന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് പേഴ്സണലി എന്നെ അറിയാവുന്ന കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തായിരുന്നു, എവിടെയെങ്കിലും ഡ്യൂട്ടിക്ക് കയറിയോ, എവിടെയാണ് കയറിയത്, ഇതെവിടെയാണ്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ഇപ്പം ഓൺ കോൾ ആയിട്ട് എമർജൻസി ഡയാലിസിസ് ആണ് കേട്ടോ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ പെരുന്നാൾ രാവിൻ്റെ അന്നായിരുന്നു എനിക്ക് ഓൺ കോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ എനിക്ക് പെരുന്നാൾ രാവിനോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും പേഷ്യൻറ്റിനെ ഒന്ന് കരകയറ്റി എടുക്കാന്നുള്ള ഒരൊറ്റ ഇൻറ്റൻഷനെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ രാത്രി 12:30ക്കാണ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തത്. 4 മണിക്കൂറായിരുന്നു ഡയാലിസിസ്. അങ്ങനെ 4:30-5 മണിയോടെ നമ്മൾ ഡയാലിസിസ് കംപ്ലീറ്റ് ചെയ്തു. പേഷ്യൻ്റ് ഓൾറെഡി ഡയാലിസിസ് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ റെഫർ ചെയ്തായിരുന്നു. പക്ഷേ എങ്കിൽ പേഷ്യൻ്റെ കണ്ടീഷൻ അത്രയും ബാഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ CCUയിൽ വെച്ചിട്ടാണ് ഡയാലിസിസ് എടുക്കുന്നത്. നമ്മളറിയാതെ ശ്വസിക്കുന്ന ശ്വാസം പുള്ളിക്കൊരു നേരം നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിലാണ് പുള്ളി ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് അവിടെ കിടക്കുന്നത്. കേൾക്കുന്നവർക്ക് വലിയ പുതുമയായിട്ടോ ഒന്നും തോന്നത്തില്ല. പക്ഷേ ഇതിനെപ്പറ്റി അറിഞ്ഞ് ഈ ഒരു ബുദ്ധിമുട്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നവർക്ക് ഇതെന്താണെന്നും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും എല്ലാം മനസ്സിലാവുള്ളൂ. ചിലരുടെ വിചാരം ഡയാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റുന്ന ഒരു പ്രോസസ്സാണെന്നാണ്. ഇത് നമ്മുടെ സ്വന്തം ബ്ലഡ് പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റാന്നുള്ള കാര്യം ഒരുവിധ ആളുകൾക്കൊന്നും അറിയത്തില്ല. പ്രോപ്പർ ഡയാലിസിസ് കിട്ടാതെ പേഷ്യൻ്റെ ബോഡിയിൽ ഫ്ലൂയിഡ് ഓവർലോഡ് ആയിട്ടും വേസ്റ്റ് എലമെന്റ്സ് കൂടിയിട്ടൊക്കെയാണ് പേഷ്യൻ്റ് ഇതേപോലത്തെ കണ്ടീഷനിൽ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അവിടെ നമ്മൾ നമ്മുടെ ഫെസ്റ്റിവൽസിനൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ ജോലി എടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഏകദേശം 5:30ക്കാണ് ഞാൻ ഈ ഡയാലിസിസ് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നത്.